നിങ്ങളുടെ പാഷനെ, അതായത് താല്പര്യങ്ങളെ എങ്ങനെ നല്ല രീതിയിൽ സുസ്ഥിരമായ പ്രോഫിറ്റ് തരുന്ന ഒരു ബിസിനസ്സാക്കി മാറ്റിയെടുക്കാം നോക്കാം നമുക്ക്. നിങ്ങളുടെ പാഷൻ, താല്പര്യം വെറും ഒരു നേരം പോക്കല്ല. നാളെ നോക്കാം എന്ന് പറഞ്ഞ് സ്വപ്നങ്ങൾ മാറ്റിവെക്കുന്നത് എന്തിന്? ഇഷ്ടമുള്ള കാര്യം ചെയ്ത് വരുമാനമുണ്ടാക്കുന്നത് സങ്കല്പിച്ച് നോക്കൂ. ഇത് വെറും സ്വപ്നമല്ല. കൃത്യമായ വഴികാട്ടലില്ലാത്തത് കൊണ്ട് പല സംരംഭങ്ങളും പാതി വഴിയിൽ നിന്ന് പോകുന്നു. പക്ഷെ നിങ്ങളുടെ പാഷനെ ലാഭമുള്ള ബിസിനസ്സാക്കാൻ ഇപ്പോൾ തന്നെ കഴിയും. അതിനുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് എന്താണ്? കിടിലൻ ഐഡിയകളും കഴിവുകളും ഉണ്ടായിട്ടും ഇതെങ്ങനെ തുടങ്ങും എന്ന ചോദ്യം നമ്മളെ തകർത്താറുണ്ടല്ലേ, അല്ലെങ്കിൽ തളർത്താറുണ്ടല്ലേ. എവിടെ തുടങ്ങണം? മാർക്കറ്റ് എങ്ങനെ കണ്ടെത്തും? എന്ത് തുടങ്ങും? ഇതിനൊക്കെയുള്ള ഫണ്ട് എവിടെ നിന്ന് വരും? ഇതിനൊക്കെ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണോ? ഇതിനൊക്കെ ഒരുപാട് റിസ്ക് ഉള്ളതല്ലേ. നിയമപരമായ ഒരുപാട് നൂലാമാലുകൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ എങ്ങനെ മറികടക്കും? കോമ്പറ്റീഷൻ, മോട്ടിവേഷൻ്റെ കുറവ്, ഈ ആശങ്കകൾ സാധാരണമാണ്, സർവ്വസാധാരണമാണ്. എന്നാൽ ഇതിനെല്ലാം ഒരു അടിപൊളി സൊല്യൂഷൻ ഉണ്ടെങ്കിലോ? അതാണ് ബിസ്റ്റാർട്ട് മാപ്പ് എന്ന ഈ യൂട്യൂബ് ചാനൽ. നിങ്ങളുടെ മാനുഫാക്ചറിങ് ബിസിനസ് രംഗത്തെ ഒരു ഉത്തമ വഴികാട്ടി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിസ്റ്റാർട്ട് മാപ്പ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നിങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ പാഷനെ എങ്ങനെ നമുക്കൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആക്കാമെന്നുള്ളത്. നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടാവുമല്ലേ, പാഷൻ ഉണ്ടാവും. നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അത് മതി. അതിനൊരു ബിസിനസ്സാക്കി, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നമുക്ക് സുസ്ഥിരമായ ഒരു വരുമാനം തരുന്ന ബിസിനസ്സാക്കി എങ്ങനെ മാറ്റിയെടുക്കാം? അതിനായി ഇനി കാത്തിരിക്കേണ്ട. പാഷനിലൂടെ ലാഭം നേടാനുള്ള സമയമാണിത്. പാഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നിങ്ങൾ തിരക്കില്ലാതെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന താല്പര്യപൂർണമായ കാര്യങ്ങളെയാണ് താല്പര്യങ്ങൾ അല്ലെങ്കിൽ പാഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് അനായാസം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ബിസിനസ്സിൻ്റെതായ റിസ്ക്കും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ബാക്കിയുള്ള കാര്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അനായാസമായിട്ട് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ അതിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് പാഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് ബിസിനസ് തുടങ്ങാമോ എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതിനെ നിങ്ങൾക്ക് ലാഭമാക്കി മാറ്റാൻ പറ്റുമോ? ലാഭമില്ലാതെ ഒരിക്കലും ബിസിനസ് ചെയ്യരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പാഷനെ ഒരു ലാഭകരമായ ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. പാഷൻ പ്രോഫിറ്റാക്കാൻ നിങ്ങളുടെ തന്നെ 3 ചോദ്യങ്ങൾ ചോദിക്കണം. ഇത് മാർക്കറ്റിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ആളുകൾ പണമടയ്ക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത് ഞാൻ ഇതിൽ മികച്ചവനാകുമോ എന്നുള്ളതാണ്. ഈ 3 ചോദ്യങ്ങൾക്ക് അതെ എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് നൽകാനാവുന്നെങ്കിൽ അതൊരു ബിസിനസ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. വളരെ ചുരുങ്ങിയ ചില എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ താല്പര്യങ്ങളെ ഇത് വെച്ച് കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾക്ക് ചിന്തിച്ച് അതിനെ ഒരു ഐഡിയ ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഹോം ബേക്കർ, അതുപോലെ തന്നെ ഒരു യൂട്യൂബർ, ഒരു ഗാരേജ് മെക്കാനിക്, അതുപോലെ തന്നെ ഒരു ഫാഷൻ ഡിസൈനർ, അല്ലെങ്കിൽ പിക്കിൾ മാനുഫാക്ചറിങ് യൂണിറ്റ്, നമ്മുടെ അച്ചാർ അല്ലെങ്കിൽ പപ്പടം, പേപ്പർ കപ്പ്, അങ്ങനെ നമ്മുടെ ചുറ്റും കാണുന്ന എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഒരു മാനുഫാക്ചറിങ് രംഗത്ത് എനിക്ക് ടെക്നിക്കലായിട്ടുള്ള അറിവോ കാര്യങ്ങളുണ്ടോ? അതുപോലെ ടീച്ചിങ്. അങ്ങനെ പാഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. മേലെ പറഞ്ഞ 3 ചോദ്യങ്ങൾ ചോദിക്കുക. അഞ്ചു അന്ന് കേക്ക് ഉണ്ടാക്കുന്നത് അവൾക്കൊരു ഹോബിയായിരുന്നു. ഇന്ന് പക്ഷേ കേക്ക് ഉണ്ടാക്കിയും അത് ബാക്കിയുള്ളവർക്ക് ട്രെയിനിങ് കുക്കിംഗ് ക്ലാസ് കൊടുത്ത് 80,000 രൂപയാണ് അവൾ എന്താക്കുന്നത്, ഒരു മാസം സമ്പാദിക്കുന്നത്. 80,000 രൂപ എന്നുള്ളത് ചെറിയൊരു തുകയല്ല. അതുപോലെ തന്നെ അബ്ദുൽ മനാഫ്, അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ സർവീസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. വളരെ സൂക്ഷ്മമായി വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അബ്ദുൽ മനാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ചെറിയ കോഴ്സ് ചെയ്ത് അദ്ദേഹം ഇന്നൊരു ചെറിയ കടയൊക്കെ ഇട്ട് വളരെ കിടിലനായിട്ടുള്ള റിപ്പയർ മൊബൈൽ സർവീസിങ് ബ്രാൻഡ് തന്നെ അദ്ദേഹം ഇന്ന് വളർത്തിയെടുത്തു എന്നുള്ളതാണ്.
ഇവരുടെ കഥകളൊക്കെ കാണിക്കുന്നത് പാഷൻ പ്ലസ് പ്ലാൻ പ്രോഫിറ്റ് എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ മേലെ പറഞ്ഞ 3 ചോദ്യങ്ങൾ ചോദിച്ച് 3നും അതേ എന്നുള്ള ഉത്തരമാണെങ്കിൽ പിന്നെ അതിലേക്കൊരു പ്ലാനും കൂടെ, അതൊരു ബിസിനസ്സാക്കി എങ്ങനെ മാറ്റാമെന്നുള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സാക്കി മാറ്റാമെന്നുള്ളതാണ്. നിങ്ങളുടെ പാഷൻ ഒരു വിജയകരമായ ബിസിനസ്സാക്കാൻ ഈ 5 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. 1, നിങ്ങളുടെ പാഷനിലെ കഴിവ് മെച്ചപ്പെടുത്തുക. കാരണം നിങ്ങൾക്കറിയാലോ, മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കഴിവുള്ളവരായിരിക്കണം. അപ്പോൾ അതിന് സ്കിൽ മാസ്റ്ററി, ഒരുപാട് ട്രെയിനിങ് സെൻറ്റേഴ്സും സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും പാഷനുള്ള മേഖലകളിൽ കഴിവ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ടെസ്റ്റ് യുവർ മാർക്കറ്റ്. നിങ്ങളുടെ കയ്യിലുള്ള ഈ സംഭവത്തിന് പണമടയ്ക്കാൻ റെഡിയായി നിൽക്കുന്ന, നല്ല സർവീസ് കിട്ടുകയാണെങ്കിൽ റെഡിയായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. മൂന്നാമത്തത്, ക്രിയേറ്റ് എ സിമ്പിൾ ഓഫർ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് സാമ്പിളിന് ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ ഒരു ഓഫറെല്ലാം കൊടുത്തിട്ട് നിങ്ങൾ അതിനൊന്ന് ടെസ്റ്റ് ചെയ്യുക. സിമ്പിൾ ഓഫർ എടുത്തിട്ട് ഒരു ഓഫറൊക്കെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളതിന് ഓൺലൈനായിട്ട് പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് ഇന്ന് അറിയാലോ, ഇന്ന് ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഓൺലൈനായിട്ട് നമ്മളുടെ പ്രോഡക്റ്റും സർവീസുകളൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ നമ്മുടെ മുമ്പിലുണ്ട്, വിരൽത്തുമ്പിൽ തന്നെ ഉണ്ട്. എന്നിട്ട് ആ പ്രൊമോഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. 5ാമത്തെ സ്റ്റെപ്പ്, ആ ഫീഡ്ബാക്കുകൾ ഓരോന്നും നമ്മൾ തിരുത്തി ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കൃത്യമായ സ്ഥിരമായിട്ടുള്ള ചുവടുവെപ്പിലൂടെ നമ്മളുടെ പാഷനെ നമുക്ക് ഒരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. ഇതുപോലെ സ്മാർട്ടായിട്ട് ചിന്തിക്കുമ്പോൾ പാഷൻ ലാഭമാക്കി മാറ്റാൻ പറ്റും. മനസ്സിലായല്ലോ. സർക്കാർ സഹായങ്ങളും ഇപ്പോൾ നിങ്ങളുടെ കൈത്താങ്ങാണ്. ഇനി നിങ്ങളുടെ പാഷനെ ബിസിനസ്സാക്കി മാറ്റാൻ ഫണ്ടിൻ്റെ ആവശ്യമുണ്ടാവും. മെഷീനറീസിനോ ടൂൾസുകൾക്കോ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസിന് വേണ്ടിയിട്ടോ ചെറിയൊരു സ്പേസ് വാടകയ്ക്ക് എടുക്കാനോ ഷെഡ് വാടകയ്ക്ക് എടുക്കാനോ വണ്ടി വാടക എടുക്കാനോ അല്ലെങ്കിൽ ഒരു വണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വണ്ടി ഡിസ്ട്രിബ്യൂഷൻ വെഹിക്കിളുകൾക്ക് വേണ്ടിയിട്ടോ ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫണ്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനും ഇന്ന് ഒരുപാട് സൊല്യൂഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ സ്വന്തം കയ്യിൽ ക്യാഷ് ഉള്ളവരാണെങ്കിൽ അത് വെച്ച് തുടങ്ങാം, ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ തൊട്ടടുത്തവരുമായിട്ടോ ഫ്രണ്ട്സുകളുമായിട്ടോ ഒക്കെ നമ്മളുടെ ഐഡിയകൾ പറഞ്ഞ് നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ ബാങ്കുകൾ നമുക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി സ്കീമുകൾ ഇന്ന് അവൈലബിൾ ആണ്. സബ്സിഡി ആയിട്ടും പലിശ കുറവുള്ള ലോണുകളായിട്ടും മുദ്ര ലോൺ, MSME, അങ്ങനെ ഒരുപാട് നമുക്ക് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒരു ചെറിയ ലോണൊന്നും കിട്ടാൻ ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നവുമില്ല. ഒരുപാട് ആപ്പുകൾ, വളരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പല ആപ്പുകൾ, ബജാജ് പോലുള്ള ആപ്പുകൾ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടക്കുകയാണെങ്കിൽ ഇതൊന്നും പ്രശ്നം കാണത്തില്ല. അങ്ങനെയുള്ള ആപ്പുകൾ വഴിയോ അതല്ലെങ്കിൽ നമ്മുടെ പദ്ധതി വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ആളുകളെയും അതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്കീമുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഫണ്ട് ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് ഒരുപാട് സർക്കാർ സഹായങ്ങൾ എന്ന് ലഭ്യമാണ് എന്നുള്ളതാണ്. അതുപോലെ ഓൺലൈൻ ആണെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, സ്കിൽ ഷെയർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവർക്കും ഒരു പാഷനുണ്ട്, പക്ഷേ അതിനെ കൺഫ്യൂഷൻ ഇല്ലാതെ ആഗോളമായ രീതിയിൽ എത്തിക്കാനാണ് കൂടുതൽ ആളുകൾക്ക് കഴിവില്ലാതിരിക്കുക. നിങ്ങളുടെ കഴിവ് വെറും ഹോബിയല്ല, അത് നിങ്ങളുടേതായ ബിസിനസ് ആക്കാം തുടങ്ങേണ്ടത് ഇപ്പോഴാണ്. ഇതുപോലുള്ള കൂടുതൽ ബിസിനസ് മാർഗ്ഗനിർദ്ദേശങ്ങളും അറിയാൻ ബിസ്റ്റാർട്ട് മാപ്പ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബിസിനസ് സംരംഭം തുടങ്ങാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പാഷനും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ബിസിനസ് ഐഡിയകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ സംരംഭക യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. വരും ദിവസങ്ങളിൽ നല്ല ഒരു മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങുന്നതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ്. നാളെ നമ്മൾ മാനുഫാക്ചറിങ് ബിസിനസ്സിനെ കുറിച്ച് പൊതുവെയുള്ള തെറ്റിദ്ധാരണകൾ എന്ന ടോപ്പിക്കിൽ വീഡിയോ വരുന്നു. ഒരുപാട് സർപ്രൈസസ് ആയിട്ട് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.